മലയാള സിനിമയുടെ ഇന്നത്തെ ഭാഗ്യ ലൊക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അത് തൊടുപുഴയാണ്. വിനയൻ കലാഭവൻ മണി ടീമിൻ്റെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ മുതലാണെന്ന് തോന്നുന്നു മലയാള സിനിമയ്ക്ക് തൊടുപുഴ ഭാഗ്യ ലൊക്കേഷനായത്. നമസ്കാരം. വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോളപ്രയും കുടയത്തൂരും കാഞ്ഞാറും അറക്കുളവും എല്ലാം ഉൾപ്പെട്ട ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശം വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള പ്രദേശമാണ്. ആ പ്രദേശമാണ് പ്രത്യേകിച്ച് സിനിമാക്കാരുടെ ഒരു പ്രത്യേക ലൊക്കേഷനും. എൻ്റെ സുഹൃത്തും പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ശ്രീ PR ചന്ദ്രൻ അയച്ചതെന്നാണ് ഇതിനോടൊപ്പം ചേർത്ത് വച്ചിരിക്കുന്ന ഒരു വീഡിയോ. ഇത് ഈ പ്രദേശത്തിൻ്റെ ടൂറിസം മാപ്പിൽ വമ്പൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്ന PPP മോഡലിലുള്ള ഒരു സർക്കാരിൻ്റെ പ്രോജക്റ്റാണിത്. ഒരു വിനോദ ഗ്രാമം. ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ, അതായത് കോളപ്ര, കുടയത്തൂർ, കാഞ്ഞാറ്, അറക്കുളം ഈ പ്രദേശങ്ങളുടെ തലവര മൊത്തം മാറിപ്പോകുന്നതാണ്. ഈ വീഡിയോയ്ക്ക് ശേഷം നമുക്ക് കാഞ്ഞാറിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ കാഞ്ഞാറിലെത്തി കേട്ടോ. കാഞ്ഞാറിലെത്തിക്കഴിഞ്ഞാൽ കാഞ്ഞാറ് എൻട്രി പോയിന്റിൽ തന്നെ നമുക്ക് ഈ മഹാദേവ സുബ്രഹ്മണ്യ ക്ഷേത്രം കാണാനായിട്ട് പറ്റും. വളരെ ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. ആ ചുറ്റുവട്ടമൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇത് വാഗമണിന് തിരിയുന്ന ജംഗ്ഷനാണ്. ഈ കാണുന്നതാണ് വാഗമൺ എലപ്പാറ റോഡ് കേട്ടോ. ഇവിടെ ഒരാളോട് വഴി എനിക്ക് പറഞ്ഞു തരുന്നതാണ്. സഹോദരൻ വളരെ ഹാപ്പിയാണ്. ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ. ഇത് കാഞ്ഞാർ ടൗണ്. നേരെ പോകുന്നത് തൊടുപുഴ മൂലമറ്റം റോഡും വലത് സൈഡിലേക്ക് പോകുന്നത് കാഞ്ഞാർ ആനക്കയം റോഡുമാണ് കേട്ടോ. ആ ജംഗ്ഷനിൽ തന്നെ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കോവിൽ, ഇത്രയും സൈസേ ഉള്ളൂ കേട്ടോ. ആ ക്ഷേത്രം കണ്ടു നമ്മളൊന്ന് വണങ്ങി തൊട്ട് സൈഡിലേക്ക് നോക്കിയാലുണ്ടല്ലോ, ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മലങ്കര ഡാമിൻ്റെ വെള്ളമൊക്കെ കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഇങ്ങനെ വെള്ളം കിടക്കുന്നത് നമുക്ക് കാണാം. നേരെ മൂലമറ്റം റോഡാണ്. നോക്കി തൊട്ട് ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്നത് കുടയത്തൂർ പഞ്ചായത്ത് ഓഫീസാണ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. അവിടെ ഈ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മലങ്കര ഡാമിൻ്റെ വെള്ളമൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൊട്ട് സൈഡിൽ അവിടെ ഒരു വോളിബോൾ ഗ്രൗണ്ട് ഉണ്ട്. ഈ കാഞ്ഞാറും തൊടുപുഴ കാഞ്ഞാറ് പരിസര പ്രദേശങ്ങളിലെല്ലാം ധാരാളം വോളിബോൾ ഗ്രൗണ്ടുകളുണ്ട് കേട്ടോ. ഫുട്ബോൾ, വോളിബോൾ പ്രേമികളാണ് ധാരാളം ഉള്ളത്. ഈ കാണുന്നതാണ് കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ. അല്പം കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലത്ത് സൈഡിൽ കാഞ്ഞാർ മുസ്ലിം ജമാഅത്ത് പള്ളി കാണാം. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ നേരെ കിടക്കുന്നതാണ് കാഞ്ഞാർ പാലം, കാഞ്ഞാറിലെ വലിയ പാലം. ഈ വരുന്ന വെള്ളമുണ്ടല്ലോ, ഇത് മൂലമറ്റത്ത് നിന്ന് വൈദ്യുതി ഉൽപ്പാദനത്തിന് ശേഷം ടെയിൽ റൈസിലൂടെ പുറത്തേക്ക് വരുന്ന വെള്ളമാണ്. ഈ വെള്ളമാണ് നമ്മൾ മലങ്കര ഡാമിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഇതൊക്കെ മലങ്കര ഡാമിൻ്റെ ഏരിയ ആയിട്ടാണ് കിടക്കുന്നത്. ഈ പാലം നമ്മൾ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാണാൻ വളരെ പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ്. ഇവിടെ ചെറിയ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. തൊട്ട് ചേർന്ന് വാട്ടർ അതോറിറ്റിയുടെ ഒരു പമ്പ് ഹൗസും ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്ത് ഭംഗിയാണ് അങ്ങോട്ട്. ഈ പണി ഇവിടെ നടക്കുന്നില്ലായിരുന്നെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു നമുക്ക് ഇവിടെയുള്ളത്. എങ്കിലും കാഴ്ചകൾ മനോഹരം. മുസ്ലിം പള്ളി നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. പാലത്തിൻ്റെ ഈ സൈഡിൽ ഈ തൊട്ട് ചേർന്നത് ഇത് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസാണ്. ഇനി ഈ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിൻ്റെ സൈഡിലൂടെ ഒരു വഴിയിലൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങിയാൽ വീണ്ടും നമുക്കിത് പറഞ്ഞ പോലെ ഒരു വോളിബോൾ ഗ്രൗണ്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് ഈ വഴിയിലൂടെ കുറച്ച് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുട്ബോൾ ഗ്രൗണ്ടും കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞാർ പാലം കാണാൻ പറ്റും കേട്ടോ. ആ കാണുന്നതാണ് കാഞ്ഞാർ പാലം.
പിന്നെ ആ റോഡിലൂടെ തന്നെ നമുക്ക് മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റും. മൂലമറ്റം റോഡിലേക്ക്. ഇതാ മൂലമറ്റം റോഡിൽ നമ്മളെത്തി. ഇവിടെ ഒരു ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാഞ്ഞാർ എന്നുള്ള ബോർഡ് ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ പുഴയാണ് ഏറ്റവും ഭംഗിയുള്ള, കാഞ്ഞാറിൻ്റെ ഏറ്റവും ഭംഗിയുള്ള പ്രദേശം. ഒരു സ്വിറ്റ്സർലൻഡ് ലുക്കൊക്കെ ഇല്ലെന്ന് നോക്കിയാൽ നിങ്ങളൊന്ന് നോക്കിയേ. ഇത് നിശ്ചലമായിട്ട് കിടക്കുന്ന പോലെ തോന്നുന്ന പുഴയാണ്. ഇതിൻ്റെ സൈഡിൽ ഈ പറഞ്ഞതുപോലെ ഒരു വാട്ടർ ഷെഡ് തീം പാർക്കുണ്ട്. നമ്മുടെ ഒരു പൊതു സ്വഭാവം പോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. മെയിൻ്റനൻസ് വളരെ മോശമാണ്. 2014 തുടങ്ങിയതാണ് ഈ വാട്ടർ തീം പാർക്ക്. ഇത് ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലാണ് കേട്ടോ. എന്നാലും ഇവിടെ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് എങ്ങനെ നടക്കാം, ഇങ്ങനെ ഒന്ന് നോക്കാം. രസതന്ത്രം എന്ന സിനിമയുടെയൊക്കെ ഷൂട്ടിങ് ഈ പുഴയുടെ അപ്പുറത്തെ സൈഡിലായിരുന്നു. ആ കാണുന്ന തേക്കും തോട്ടത്തിലൊക്കെ ആയിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. നിങ്ങൾ ആ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില സ്ഥലങ്ങളെങ്കിലുമൊക്കെ ഓർമ്മ വരുമായിരിക്കും. രാവിലെയുള്ള സൂര്യപ്രകാശത്തിൽ ഈ പച്ചപ്പിനിടയിലൂടെയുള്ള ഈ വെളിച്ചമൊക്കെ കണ്ട് ഈ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഈ കാണുന്ന പ്രോജക്റ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കാണിച്ചത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ വേറൊരു ബോർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് സംയോജിത നീർത്തട പരിപാലന പദ്ധതിയുടെ ഭാഗമാണ്. ഇത് 2015 ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്തതാണ്. സംഗതി സാധാരണ ഈ പറഞ്ഞതുപോലെ തന്നെ മെയിൻ്റനൻസ് ഇല്ല, അതിൻ്റെ ഒരു കുറവ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അറക്കുളം സെൻറ്റ് ജോസഫ്സ് കോളേജാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ടിൽ കുട്ടികളൊക്കെ കളിക്കുന്ന കാണാം. രാവിലെയുള്ള പ്രകാശത്തിൽ കളി കാണാനും ഇവരെയൊക്കെ നിൽക്കാനും ഒക്കെ ഭയങ്കര രസകരമായ കാഴ്ചകളാണ്, അനുഭവങ്ങളാണ്. ഇതാണ് സെൻറ്റ് ജോസഫ്സ് കോളേജിൻ്റെ മെയിൻ ഗേറ്റ്. ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നമുക്ക് ബസ് സ്റ്റോപ്പൊക്കെ കാണാം. കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് വീണ്ടും കാഞ്ഞാറിലേക്ക് എത്താനുള്ളൊരു വഴിയുണ്ട്. അറക്കളം കഴിഞ്ഞ് കുറച്ചിങ്ങ് വന്നു കഴിയുമ്പം ഇടത്തേക്കൊരു വഴിയുണ്ട്. ഇടത്തേക്കല്ല, വലത്തേക്കൊരു വഴിയുണ്ട്. ഈ വഴി ചെന്ന് കയറുന്നത് കാഞ്ഞാറിലാണ്. അപ്പോൾ ഇവിടെ കണ്ട മനോഹരമായൊരു സ്കൂളാണ്. നോക്കി അതിനും കൊണ്ട് വലിയൊരു ഗ്രൗണ്ട്. സ്കൂളിൻ്റെ പേരെന്താണെന്ന് നമുക്ക് നോക്കാം. സെൻറ്റ് തോമസ് UP സ്കൂൾ അറക്കുളം. അതിൻ്റെ ഒരു നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു സ്കൂളല്ലേ. ഒരു ചെറിയ പാലം കാണുന്നുണ്ട് കേട്ടോ. വലിയ വണ്ടികൾ കടന്നു പോലെ ചെറിയ വണ്ടികൾ. ഇതാണ് ആ ചെറിയ പാലം നമ്മൾ കടന്നു വന്നോട്ടോ. പുഴയുടെ ഭംഗിയെ ആസ്വദിക്കാം. സെൻറ്റ് ജോസഫ് സ്കൂളാണ് കാണുന്നത്. അങ്കപ്പുഴ കിഴക്കോട്ട് ഒഴുകുന്നു. കിഴക്കോട്ടല്ല, പടിഞ്ഞാട്ടേക്ക് ഒഴുകുന്നു. ഇത് മൂലമറ്റം റെയിൽസിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് ഇവിടുന്ന് വലത്തേക്ക് ഒരു റോഡ് കാണുന്നുണ്ട്. ഈ റോഡാണ് കാഞ്ഞാറിന് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ റോഡ് ഒരു പൊളിഞ്ഞ അവസ്ഥയിലാണ്. എന്താണേലും നമുക്കൊന്ന് പോയി നോക്കാവേ. ഒരു മനോഹരമായ കടവ്. ഇനി വളരെ തൊടുപുഴയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം കാണിച്ചു തരാം. കേട്ടോ, പൈനാപ്പിൾ തോട്ടം. പൈനാപ്പിൾ കൃഷി ചെയ്ത് ഉടനെ ഉള്ളതാണ്. അധികം ആയിട്ടില്ല എന്ന് തോന്നുന്നു. പൈനാപ്പിൾ കാണികൾ വെച്ചിട്ട് റബ്ബർ തോട്ടം വെട്ടിയിട്ട് ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നതാണ് പൈനാപ്പിൾ. ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് വാഴക്കുളവും തൊടുപുഴ പ്രദേശങ്ങളൊക്കെ കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ, വലിയ തോട്ടമാണ്. ഇതൊരു പഞ്ചായത്ത് റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് യാത്ര ചെയ്യാനായിട്ട്. ഇവിടെയൊക്കെ വലിയ വീടുകളും ഒക്കെ ഉണ്ട്. ഇവിടെ എവിടെയോ ഒരു റിസോർട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നു. എവിടെയാണെന്നറിയില്ല. നോക്കി പോവാം.
ദൂരെ ഈ പുഴയുടെ മറുവശത്ത് കാണുന്നതാണ് മൂലമറ്റം റോഡ്. നമുക്ക് അവിടെയാണ് എത്തേണ്ടത്. അപ്പോൾ ഇത് ഈ പുഴയുടെ സൈഡിലൂടെ ഒരു പാലവും കൂടെ ക്രോസ് ചെയ്ത് വേണം നമുക്ക് അപ്പുറത്തെത്താനായിട്ട്. ഈ ചെടി എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ എരുക്കെന്നാണെന്ന് പറയുന്നത്. ഇതിന് കായുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതിൻ്റെ കായ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്താ ഈ പാലം, ഇത് ചെറിയ പാലം എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഈ വഴിയാണ് ആനക്കയത്തിന് പോകുന്ന വഴി. കാഞ്ഞാർ ആനക്കയം റോഡാണിത്. അങ്ങനെ നമ്മൾ കാഞ്ഞാർ ടൗണിലേക്ക് എത്തി. ഈ റോഡ് തന്നെയാണ് നമ്മൾ ആദ്യം കാണിച്ചത്. ഈ ക്ഷേത്രമാണ് നമ്മൾ ആദ്യം കാണിച്ചത്. അപ്പോൾ കാഞ്ഞാറിൻ്റെ തൽക്കാലമുള്ള കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഭാവിയിൽ ഈ പ്രോജക്റ്റുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് മാറാനും ടൂറിസം പൊട്ടൻഷ്യൽ ഒരുപാടുള്ളതുമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാഞ്ഞാർ. അപ്പോൾ ഈ കാഞ്ഞാർ നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു ചെറിയ ഭക്ഷണം കഴിക്കണം. അപ്പോൾ കുടയത്തൂർ ഇതായ ഒരു ലിജു ഹോട്ടലുണ്ട്. ഇവിടെ കയറി നമുക്ക് അപ്പവും മുട്ടക്കറിയും ഒക്കെ പറഞ്ഞ് കഴിച്ച് നമുക്ക് ഗുഡ് ബൈ പറയാം. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.